യഥാർത്ഥത്തില് വ്യഭിചാരമല്ലേ യൂറോപ്പിന്റെ സംസ്കാരം? ഇന്ന് കല്യാണ പന്തലുകൾ അങ്ങനെ അതപ്പതിച്ചു പോയെങ്കിൽ യൂറോപ്പാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാൽപന്ത് കളിയുടെ അപ്പോസ്തലന്മാരെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ച എന്റെ കണ്ണൂരിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അർജന്റീനയുടെ ചാട്ടുളി പോലെ കുതിച്ചു വായുന്ന ലയണൽ മെസ്സിയുടെ ഫോട്ടോ എടുത്തിട്ട് ടീഷർട്ടിൽ തേച്ചു വെച്ച കപ്പെത്തുമ്പോ ആ സമയത്ത് മെസ്സിയുടെ സ്റ്റൈലില് ഹെയർ സ്റ്റൈലുമാക്കി മാറ്റിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ നിന്റെ മെസ്സി? ആരാ? ഹബീബിനെ ആമിനെ പരിചയപ്പെട്. നീ നിന്റെ ഏറ്റവും വലിയ താരമായി പരിചയപ്പെടുത്തിയ മെസ്സി ആരാ? പച്ച വ്യഭിചാരിയല്ലേ ലയണൽ മെസ്സി? ആരാ ചെറുപ്പക്കാരാ? പച്ച വ്യഭിചാരിയല്ലേ ലയണൽ മെസ്സി? കഴിഞ്ഞ വേൾഡ് കപ്പില് അർജന്റീന തോറ്റുകുന്നം പാടിയപ്പോ, തോറ്റെന്ന് പറഞ്ഞാൽ അന്തം വിട്ട നോക്കല് തോറ്റു. എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന പരാജയപ്പെട്ടപ്പോ പരാജയം ആഘോഷിച്ചു തീർക്കാൻ ഹവായ് ദ്വീപിലേക്ക് കാമുകിയുടെ കൈയും പിടിച്ചിട്ട് പിറ്റേ ദിവസം പോയ മെസ്സിയുടെ ഫോട്ടോ സർവ്വപത്രങ്ങളും അച്ചടിച്ചു വരുമ്പോ, എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോറ്റപ്പോ കാമുകിയുടെ കൈയും പിടിച്ചിട്ട് വ്യഭിചരിക്കാൻ പോയ മെസ്സിയുടെ ഫോട്ടോയാണ് പിറ്റേ ദിവസം കണ്ടിടെങ്കിൽ പച്ച വ്യഭിചാരിയല്ലേ മെസ്സി? പച്ച വ്യഭിചാരിയല്ലേ യൂറോപ്പ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കഴിഞ്ഞ വേൾഡ് കപ്പ് ആഫ്രിക്കയിൽ നടക്കുമ്പോ, ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേശ്യമാരെ ലോകത്ത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ആഫ്രിക്ക. ആ ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോ വേശ്യപ്പെണ്ണുങ്ങളെ തികയാതിട്ട് ലണ്ടനിൽ നിന്നും മിസിസിപ്പിയിൽ നിന്നും വേശ്യമാരെ ഇറക്കുമതി ചെയ്ത് അവസാനം വ്യഭിചാരത്തിന് ഹോട്ടൽ റൂം തികയാട് വന്നപ്പോ സഞ്ചരിക്കുന്ന വാഹനത്തിന് വേശ്യപ്പെണ്ണുങ്ങൾ ഒരുക്കി കൊടുത്ത വേൾഡ് കപ്പ് വ്യഭിചാരത്തിന് വേണ്ടി വന്നതാണെങ്കിൽ വേണ്ട ചെറുപ്പക്കാരാ, നരകത്തിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, കത്തിക്കാളുന്ന നരകത്തിലോട്ട് വലിച്ചു പോകുന്ന, ഖബറിന്റെ ഭയാനകമായ ചിന്തയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ യൂറോപ്പിന്റെ ആധാരത്തോട് വെടി പറയണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഈ യൂറോപ്പിന്റെ ആധാരം നമ്മുടെ വീട്ടിലോട്ട് കടത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങളോട് ഞാൻ പറയുകയാ.